കടക്കാവറ്റുള്ള കട. അപ്പോൾ ദേ കണ്ട, ഇതാണ് നമ്മുടെ തുമ്പ പറിക്കാൻ വന്നല്ല കേട്ടോ. ഞാൻ കാണുമ്പോൾ എന്നെ പേടിയാണ്. പക്ഷെ അത് കറി വെച്ച നല്ലതാണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ. പിന്നെ കുറേ സാധനങ്ങളുണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ കറി വയ്ക്കാൻ പറ്റിയത്. ചേന, ചേമ്പ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഭയങ്കര കാടാണ് അവിടെ. ഈ കാടിന്ന് ഒതുക്കലാണ് ഇന്നത്തെ പണിയെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഇൻട്രോ പറഞ്ഞില്ലല്ലോ. അപ്പം എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നോട് എല്ലാവരും അത് വന്നിട്ട് പറയുന്ന കാര്യമാണ്. അയ്യോ, അത് കേൾക്കാൻ ഭയങ്കര രസം അമ്മയുടെയായിരുന്നു. അപ്പോൾ ഈ കാട് ഒതുക്കണം, നന്നായി വൃത്തിയാക്കണം. ഇത്തിരി വെയിലൊക്കെ കണ്ടു തുടങ്ങി, ഓണാവാറായി തുടങ്ങി. ഈ വീഡിയോ വരുമ്പോഴേക്കും ഓണത്തിൻ്റെ ഏതാണ്ട് അടുത്ത് എത്തും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല. അപ്പോൾ നേരത്തോടെ അങ്ങോട്ട് വെടുപ്പാക്കുക. ഇവിടെയൊക്കെ വെടുപ്പാക്കി വരുന്നതാണ്. പക്ഷെ വീണ്ടും അതിങ്ങനെ കാടാവാം. പിന്നെ ചെടികളുടെ അവിടെ ഒന്ന് വെടുപ്പാക്കണം. അതിക്ക് മുന്നേ നമ്മുടെ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വന്ന് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? അച്ഛൻ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, വന്നു നോക്കാം. എന്തൊരു ചെയ്യാൻ പോണേ? ഷേവ് ചെയ്യാൻ പോവാ. ആ കണ്ട, അച്ഛനാകെ വെളുത്തു. അച്ഛനെ നിന്ന് കറുപ്പിച്ച് കൊടുക്കണമെന്ന്. അപ്പോഴേ അച്ഛൻ്റെ കാലുവേദന മാറിയോ ചോദിച്ചിട്ടുള്ള വീഡിയോ കഴിഞ്ഞപ്പോൾ കാലുവേദന മാറി. ഇപ്പം എന്തൊരു ചേട്ടാ, ഇപ്പോൾ തണ്ടൽ വേദനയാണ് ഇവിടെ. അപ്പോൾ പുതുക്കാട് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മളെ ഒരു കുട്ടി കണ്ടു. ഒരു കുട്ടിയല്ല, കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു. അപ്പോൾ എന്തേന്ന് ചോദിച്ചു. അപ്പോൾ തണ്ടൽ വേദന, അമ്മയ്ക്കാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഇത്തിരി കുറവ്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് കാക്കേ ഉണ്ടാണ്ടിക്കടാ. ദേ ചേട്ടാ, തെങ്ങിൻ്റെ കുമ്പ് വീണു വേണ്ട. അപ്പോൾ അതൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയിപ്പോൾ മരുന്നുകളൊക്കെ, എല്ലാ മരുന്നുകളും പുതുക്കാട് ആശുപത്രിയിലുണ്ട് കേട്ടോ. ഇത്തിരി മരുന്നുകൾ മാത്രമാണ് നമ്മൾ പുതുക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് എഴുതി തരുന്നത് ഡോക്ടർമാർ. വേണ്ട ഡോക്ടർമാരും ഉണ്ട്. നല്ല ഒരു കുഴപ്പമില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പോയത്. എനിക്ക് അങ്ങനെ വലിയ ഇതുകളൊന്നും വരാറില്ല എന്നൊക്കെ അറിഞ്ഞൂടാ. ഞാൻ ചൂട് പിടിച്ചും ആവി പിടിച്ചും ഒക്കെ അങ്ങനെ കഴിക്കുന്നുണ്ടാ. ഉറക്കല്ലായിക ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ ഒന്ന് പോയതാ. അപ്പോൾ ഇന്നലെ അത് കുളിയെ കഴിച്ചതിന് ശേഷം നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടാ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ഇതെന്നും ശീലാക്കരുതിട്ട് അമ്മേ, നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. എൻ്റെ മോളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തണം, അത് 1-2 ദിവസം കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അച്ഛൻ്റെ ഇങ്ങനെ അത് വെട്ടണ്, ഇങ്ങനെ ഷേവ് ചെയ്യണ സമയത്ത് വെട്ടണം. മീശ എന്നാൽ അച്ഛനൊന്ന് കറുപ്പിച്ച് കൊടുത്തോളൂ കേട്ടോ മോളോ. അപ്പോൾ ദേ എൻ്റെ മോള് കിച്ചണിലുണ്ട്. ഹായ് പറഞ്ഞേ. അപ്പോൾ എന്നിട്ടെന്ത് പരിപാടി? നൂൽപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോണ്. സാധാ പൊടി അല്ലേ മോനെ? നൂലപ്പം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കേടായിട്ടാ. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ചെറിയ ഇഷ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പെട്ടെന്ന് ഇത്തിരി തേങ്ങാപ്പാലും കഷ്ണമൊക്കെ കുറച്ച് മതി നമുക്ക്. ചാറാണ് നമുക്ക് ആവശ്യം. ഒരു പേരിനൊരു ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ ഇല്ലെങ്കിൽ ഇടാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഉള്ളതിട്ടിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുക. ഉള്ളതിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. എന്താണുള്ളത് അത് ഉപയോഗിച്ച് കറി ഉണ്ടാക്കും. നമ്മൾക്ക് എനിക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലത്തിൽ അധികം എടുത്താൽ കഷ്ണം കുറവായാലും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഒരു 1.5 ഉരുളക്കിഴങ്ങുള്ളൂ. അപ്പോൾ മോളൂട്ടി അവിടെ ദേ നൂലപ്പം ഉണ്ടാക്കലും എടുക്കലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കിട്ടണില്ല, ചൂടാ. നല്ല മണ്ണുള്ള നൂലാട്ടം ഇവിടെ. ഇലയിലാകുമ്പോൾ നല്ല നൈസായിട്ടും നല്ല വലുതായിട്ടും പരത്താൻ പറ്റും നമുക്ക്. പിന്നെ ഒരു ഇലര മണം. അപ്പോഴേ
ഇഷ്ടു കറി എന്ന് പറഞ്ഞാൽ ഇതേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഉരുളക്കിഴങ്ങ് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാം കേട്ടോ. നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കഷ്ണമല്ല ചാറാണ് ആവശ്യം. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. രണ്ടെണ്ണം എടുത്താൽ പകുതി കേടായും പോയി. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും ഒരു ഇത്തിരി ഇഞ്ചി ഇട്ടാതെ വളരെ കുറച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതേ ഒരു പച്ചമുളക്. എരിവ് വളരെ കുറവല്ല വേണ്ടോ, അത് നല്ല പഴുത്ത പച്ചമുളകാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു. പിന്നെ ഒരു തക്കാളി അതും കൂടി ഇതിടുക. അതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞ കളർ വേണം, വെള്ള കളർ വേണം ഇഷ്ടമെന്ന് വിചാരിച്ചാൽ മഞ്ഞ കളർ ചേർക്കണ്ട കേട്ടോ. നേരിയ മഞ്ഞപ്പൊടി, പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് അല്പം മസാലയും കൂടി ചേർക്കാം. നമുക്ക് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് ഇത് രണ്ടാം പാല്, ഒരു തേങ്ങയുടെ പാലെടുത്തത്. ഇത് ഒന്നാം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാം പാലിൽ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോഴേ നമ്മുടെ കുക്കർ ഞാൻ തുറന്നു. അപ്പോൾ അതെ ഇങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കറി. പഴുത്ത ഉരുളക്കിഴങ്ങൊന്ന് വേണമെങ്കിൽ നമുക്ക് നുടച്ചെടുത്താൽ കുറച്ച് കട്ടി കൂടുതൽ കിട്ടും. അത്യാവശ്യത്തിന് കട്ടി ഉണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാലിൽ ഒഴിച്ച് കൊടുക്കാം. ആദ്യത്തെ പാൽ ഒഴിപ്പിച്ച് തിളപ്പിക്കേണ്ടെന്ന് പറയും ആൾക്കാർ. പക്ഷെ ഞാൻ നന്നായി തിളപ്പിക്കും കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും അത് കേടുവരും. ഇതാകുമ്പോൾ കേടാവാണ്ട് അങ്ങോട്ട് ഇരുന്നോളൂ. പിരിയുന്നാണ് പറയുന്നത്. ഞാൻ പിരിയാറൊന്നുമില്ല മിക്കവാറും. ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവാറുണ്ട്. പുളിയുള്ള കറികൾ വരുമ്പോഴാണ് അധികം പിരിച്ചൽ വരിക. ഒരുവിധമായി വരുമ്പോഴേ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. ഈ മസാലയുടെ മണം നല്ലോണം ഇഷ്ടമുള്ളവരാണെന്ന് വിചാരിച്ചാൽ ഇനി തീ നിർത്താട്ടെ. നമുക്ക് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ മസാല ലേശം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്തതല്ലേ, അപ്പോൾ പിന്നെ വേണ്ട, നമുക്ക് ആ മണം മതി. തുണ്ട് ഉപ്പ് കുറവുണ്ട് കേട്ടോ, അതൊന്ന് ചേർക്കട്ടെ. ഉപ്പ് ഞാൻ നന്നായി ശ്രദ്ധിച്ചാണ് ഇടുന്നത്. സിജിമോന് ഉപ്പ് അധികം ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഉപ്പ് എന്ന് പറയാറ് ഒത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. എല്ലാവരും അതുവഴി അഡ്ജസ്റ്റ് ചെയ്തോളും. ഉപ്പ് കുറവ് എപ്പോഴും നല്ലതായിരിക്കും. ഒക്കെ ഏറ്റവും കുറവ് ഉപ്പ് കഴിക്കേണ്ട ആളാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാ. നൂലപ്പം, അസൽ കുറുമക്കറി, പിന്നെ നല്ല കട്ടൻ കാപ്പി. ഞങ്ങൾ പാൽ ചായ അല്ല കേട്ടോ, കട്ടൻ കാപ്പിയാണ് രാവിലെ. നിങ്ങൾക്കറിയാലോ, അത് ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് കഴിക്കുക. അപ്പോൾ അത് ഇങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഈ നൂലപ്പം കൊണ്ട് തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അടിപൊളി പായസം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം നല്ല പായസം. അപ്പോൾ ഞങ്ങൾ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു. കറണ്ട് പോയിക്കോ ഇവിടെ, അത് കാരണം വെളിച്ചത്തിരി കുറവാണ്. കാപ്പി കൂടിയൊക്കെ എല്ലാവരും ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഇനി കുറച്ച് അച്ചാറുകൾ ഇടില്ല. അച്ചാറുകൾ എന്ന് പറഞ്ഞാൽ അച്ചാറൊക്കെ കഴിഞ്ഞു മോളുവിൻ്റെ. ഓരോ വീഡിയോയിലും കുറച്ചീശെ ഇടണുള്ളേ, അധികം ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരാഴ്ചയിലേക്കൊക്കെ അത് മതി. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് 2-3 സൈസ് ആക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇങ്ങനത്തെ വെള്ളമുളക് കാണുമ്പോൾ ഒന്ന് ചൊറുക്കയിലിട്ടത് ഇങ്ങനെ ഒന്ന് കടിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഒരു കുപ്പിയിലിട്ട് വെക്കാം. ഇതൊക്കെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാട്ടാ. കുഞ്ഞിതായിട്ടൊന്ന് മുറിക്കും. കുറച്ച് ഉപ്പങ്ങോട്ട് ഇടും. ഇത് കള്ളിൻ ചൊറുക്കയാണ്. ചൊറുക്കൊഴിച്ചില്ലെങ്കിൽ പുളി വേണ്ടേ. അപ്പോൾ അത് കുറച്ചങ്ങോട്ട് ഒഴിക്കും. കുറച്ച് തിളപ്പിച്ച് കുറച്ച് ചൂടോട് കൂടിയുള്ള വെള്ളം, ചെറിയ ചൂടോട് കൂടിയുള്ള വെള്ളം ഒഴിക്കും. വേണ്ട. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി ഇത് വേപ്പിൻ്റെ ഇലയോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇടാം. പക്ഷേ അത് ഉണ്ണിമോളാണ് അധികം ഉപയോഗിക്കുക. അപ്പോൾ അവൾക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് ഞാൻ അതിൽ അവസാനിപ്പിച്ചു. പിന്നെ അടുത്തൊരു കുപ്പി എടുത്തു. അടുത്ത കുപ്പിയിലേ
മാങ്ങ മോള് ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കി അല്ല ഒരുവിധം കനത്തിൽ ഒരേ കഷ്ണം ഓരോരുത്തർക്ക് ഒരേ കഷ്ണം ഓരോ കുട്ടികൾക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു 5-6 കഷ്ണം കൊണ്ടുപോകാട് ഉള്ള ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണ്ടേ. അതിന് ആൺപിള്ളേർ മിക്സഡ് തന്നെ ഒരു സ്കൂളിൽ കാളിഡിയ. അപ്പോൾ ആൺകുട്ടികളും ഉണ്ടാവും, അപ്പോൾ അവർക്കും കൊടുക്കണ്ടേ. ഈ പ്രായത്തിലാണ് ഇതൊക്കെ നന്നായി കഴിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ പറയും എൻ്റെ മോള് ആവശ്യം പോലെ കഴിച്ചോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ അതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അയ്യോ അന്ന് അത് കിട്ടിങ്ങേ ഇന്ന് ഇത് കിട്ടിങ്ങേ എന്നൊക്കെ വിചാരിക്കും ചെറുപ്പകാലത്തേ. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരണ്ട. അപ്പോൾ അതിലും കുറച്ച് നമുക്ക് ഉപ്പിടാം. ഇത് സാമാന്യ പുളിയുള്ള ഒരു സാധനം, എന്നാലും നമുക്ക് ഒരല്പം ചുരുക്കരി ചേർത്ത് കൊടുക്കാം. ഇതിൽ മുളക് ഇടണ്ട മോനെ. മുളക് 2 ഇടണ്ടേ. ആ മത്തങ്ങ മുളക് 2 എടുത്തിട്ട് പോവാം, അത് ഇടാം, എന്നാലും നല്ല ഇരുണ്ടാവുള്ളൂ. അപ്പോൾ അത് 2 നല്ല നാടൻ മുളക് പഴുത്തത് 2 നമ്മൾ കീറിയിടുന്നുണ്ട്. ചൊറുക്കൊഴിച്ചു. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഈ പറഞ്ഞ പോലെ തന്നെ അതിലൊഴിച്ച് കൊടുക്കാം. താന്ന് കിടക്കണം വെള്ളത്തിൽ, എന്നാലാണ് അത് ഇതാവാണ്ടിരിക്കുക. മുകളിൽ അല്പം ചൂർക്കൊഴിച്ച് കൊടുക്കാം നമുക്ക്. 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിയാലേ, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ എടുത്ത് നോക്കിയാലും ഒന്നെടുത്ത് കടിച്ച് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് രണ്ടാമത്തതായി. ഇനി അടുത്തത് കുറച്ച് അച്ചാറാണ്. കഴിഞ്ഞ പ്രാവശ്യം അച്ചാർ ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലത്തെയല്ല, ഇത് ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അച്ചാറിടാനായിട്ടതേ നമ്മുടെ ചീനച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ലേശം ഒഴിച്ച് കൊടുക്കുക. പിക്കിൾസിൻ്റെ പൗഡർ ഉണ്ട് കുറച്ച്, അതിട്ട് കൊടുക്കാം കുറച്ച്. ഞാൻ പാക്കറ്റ് കളയുന്നു വെക്കാറില്ല. ഞാൻ പാക്കറ്റ് തന്നെ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചുരുട്ടി മടക്കി അതും ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുകയും ചെയ്യാം. കാരണം എനിക്ക് ഇതിലൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അങ്ങോട്ട് ടീസ്പൂൺ കൊണ്ട് വരെ ഞാൻ കോരിയെടുക്കില്ല, അങ്ങനെ ഇടുള്ളൂ. കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മാങ്ങയിലേക്കാണ് ഇട്ട് കൊടുക്കാം. ആൾക്ക് ഒരു അച്ചാർ കഴിച്ചേ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് കേട്ടോ, ചിലർക്ക് കൂടുതൽ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരല്പം ചുരുക്കൊഴിച്ച് കൊടുക്കാം. തുണ്ട് ഇത് നന്നായി അങ്ങോട്ട് ഒന്ന് തിരുമ്മൽ ഇതിൻ്റെ പ്രധാന കേട്ടോ. തിരുമ്പലിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ടാണ് തിരുമ്മൽ കേട്ടോ. മാങ്ങാനൊന്നൊരു മയപ്പെടുത്തണം സമയത്ത് നമുക്ക്. ഇപ്പം ചാറിലൊക്കെ നല്ല ഉപ്പുണ്ട്. സാമാന്യം ഈ അച്ചാറാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റായിട്ട് ഇഷ്ടപ്പെടുന്ന അച്ചാർ ഇതാണ്. മോൾക്ക് മാങ്ങ ഒന്ന് ഇതാവണതാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ തിരുമ്പി നന്നായി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലതാവും. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് ചൂടുവെള്ളം ഒഴിക്കാതിരിക്കുകയാണെന്ന് വിചാരിച്ചത് ഇങ്ങനെ ഇരിക്കും കേട്ടോ. വെള്ളമൊന്നും ചേർക്കാത്തതല്ലേ, ഇങ്ങനെ ഇരിക്കും. അല്പം ചൊറുക്കും കൂടി ചേർത്തതല്ലേ. മുഴുവനപ്പോൾ ഇത്തിരി ചാറ് വേണം. അപ്പോൾ നമ്മുടെ ഈ കൈയൊന്ന് കഴുകി അരിക്കാൻ കൂടെ ഒന്ന് ഒഴിക്കുക. അച്ചാർ റെഡിയായി കണ്ട. ഒരാഴ്ചക്കുള്ള അച്ചാറായി എൻ്റെ മോൾക്ക്. ഒരാഴ്ചയ്ക്ക് അവൾക്ക് തന്നെയുള്ള അച്ചാറൊന്നല്ല കേട്ടോ. കമൻറ്റ് ബോക്സിൽ വരും കുട്ടിക്ക് ഇത്ര അച്ചാർ കൊടുക്കാൻ പാടില്ല, ഞങ്ങളെല്ലാവരും ഉപയോഗിക്കും. എന്നാലും മോളെ ഞാൻ സ്പെഷ്യലായിട്ട് പറയണതാ. അവളാണ് ഇന്ന് കാലത്തും കൂടെ എന്നോട് ചോദിച്ചു, ഇന്ന് അച്ചാർ കഴിഞ്ഞൂട്ടമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സിനുള്ള അച്ചാറാണിത്. ഇതിൽ കുറേ ആൾക്കാർ ഉൾപ്പെടും. പേര് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോഴേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൊതിയാവുണ്ടാവില്ലേ. അമ്മ കൊതിപ്പിക്കുക എന്ന് വിചാരിക്കും അല്ലേ. കണ്ടാ നല്ല വെള്ള ചൂനിയാമിളക് ഉപ്പിലിട്ടത്, പിന്നെ നല്ല അച്ചാറ്, പിന്നെ നല്ല മാങ്ങ ഉപ്പിലിട്ടത്. ഇതൊക്കെ മതി നമുക്ക് ചോറുണ്ണാൻ. വേറൊരു കറിയുടെ ആവശ്യമില്ലല്ലോ. എന്നാലും ഞാൻ കറികളൊക്കെ കുറേ വയ്ക്കും കേട്ടോ.
അപ്പോൾ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. 2 ദിവസം കൊണ്ട് അച്ചാർ നമുക്ക് ഇപ്പം തന്നെ എടുത്ത് തുടങ്ങാം. നന്നായി തിരുമ്പി കൂട്ടി അച്ചാറല്ലേ, നന്നായി ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കേ ഒരു സ്പെഷ്യൽ കറി വയ്ക്കാം, അതിന് പോവാം. ഞാൻ ഈ പറഞ്ഞ പോലെ കർക്കിടക മാസത്തിൽ പത്തലക്കറിയൊക്കെ വെക്കരുതെന്നൊക്കെ പറയും. നമുക്ക് നേരമൊന്നും കിട്ടാറില്ല പത്തലയൊക്കെ പൊട്ടിച്ച് വെക്കാനൊക്കെ. അപ്പം ഞാൻ ഇന്ന് എനിക്ക് നേരമുണ്ട്. പിന്നെ എൻ്റെ നല്ലൊരു കുമ്പളത്തിൻ്റെ കട അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അതുമൊന്ന് കുറച്ച് ഇല പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴേ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ കറി വെക്കാമെന്ന് പറഞ്ഞെങ്കിലും നമ്മളിത് തന്നെയൊന്നും വെക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതിനൊരു പച്ചക്കുത്തും അതും ഇതൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ അമ്മ എനിക്ക് വെച്ച് തരാറുള്ളത് പരിപ്പ് കുറച്ച് ഇങ്ങോട്ട് വേവിച്ചിട്ട് മണിയായിട്ട് കിടക്കുന്ന പരിപ്പും ഈ ഇലയും കൂടി ഇട്ടിട്ടുള്ള തോരനാണ് വെച്ച് തരാറ്. അതിനൊരു നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അത് ഒരുവിധ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും. മറ്റേ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ അത് അങ്ങോട്ട് ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷെ അതിനേക്കാട്ടിൽ ഇത്തിരി കൂടി നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളോട്ടാ. മത്തൻ്റെ ഇലയോ കുമ്പളത്തിൻ്റെ ഇലയോ തുമ്പയുടെ ഇലയോ എന്തായാലും. അപ്പോൾ അത് വെക്കാനായിട്ട് ഞാൻ ഇവിടെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം പരിപ്പ് കഴുകിയിട്ട് കൊടുക്കാം. വേവാൻ പാടില്ലാട്ട് അധികം. 2 തളയങ്ങട് നമ്മൾ ഇല പൊട്ടിച്ച് വരുമ്പോഴേക്കും ഇത്തിരി സിമ്മിലിട്ട് പോയാൽ മതി. ഇല പൊട്ടിച്ച് വരുമ്പോഴേക്കുള്ള വേവേ വേണ്ടു. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കുമ്പളം. തന്നെ മുളച്ചു വന്ന കേട്ടാ. അപ്പം ഞാൻ അധികം മൂക്കാത്തതാണ് പൊട്ടിക്കിന്. പത്തലയൊന്നും വെക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ഒരലയെങ്കിലും വെക്കാം. ഒരലയെങ്കിലും ഇത് നശിച്ചു പോവുക അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. നമ്മളതിൻ്റെ ഇലയല്ലോ ഇതാവണേ. കുറച്ച് ഇല നുള്ളി കളയുന്നത് നല്ലതാ ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ഉണ്ടാവാനായിട്ട് വേഗം സഹായിക്കും. ഇത് ഉണ്ടാവില്ല. ഇവിടെ പടരാനുള്ള സ്ഥലം ഇവിടെ കുറവാണ്. നമ്മുടെ ഫ്രണ്ട് സൈഡാണിതേ. അച്ഛനിപ്പോൾ 2 വണ്ടി ആടന്നു കേട്ടാ. ഇപ്പോൾ ഇതേ മോൻ്റെ വണ്ടി അടക്കം 3 വണ്ടിയായി. അത് കാലത്ത് തൊട്ടുള്ള കഴുകലാളുടെ തേച്ച് മിനുക്കി കുട്ടപ്പനാക്കി വിൽക്കുവാള്. ഇത്ര കിട്ടി. ഇതിൻ്റെ ഓരോന്നെടുത്ത് നന്നായി ക്ലീൻ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അതും കീടങ്ങളൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ല അത്ര നല്ലതൊന്നല്ല. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്യണം. അപ്പോൾ പുറമൊക്കെ നന്നായി കഴുകുക. പരിപ്പും ഇവിടെ ഇപ്പോൾ വരും തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇറങ്ങിയിട്ട് ഇപ്പം ഇവിടെ പരിപ്പ് ദേ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെന്തിട്ടില്ല ശരിക്കും. ഇത്തിരി മൂടി വേണം. ഞാൻ വളരെ സിമ്മിലിട്ട് പോയിട്ടേ തിളച്ചിങ്ങനെ ഇതാവണം. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടാ. തിളച്ച് പൊന്താണ്ടിരിക്കാനേ വേണ്ട. ഒന്നും കൂടി ആവണം. ഒന്ന് വികസിച്ച് വരുന്നേ ഉള്ളൂ പരിപ്പ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പരിപ്പ് അധികം വേവാണ്ട്. ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ഇതാ പോവും. അപ്പോഴേക്കും നമുക്ക് ഇല അരിഞ്ഞെടുക്കാം. അപ്പോഴേക്കും ഒന്നും കൂടെ വേവട്ടെ പരിപ്പ്. ഞാൻ നല്ല കുഞ്ഞീതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. എൻ്റെ മോള് ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ആര് സുജമോള് കഴിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിൽ? ഞാൻ വെച്ച് കൊടുത്തിട്ടൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ണിമോള് കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് സിജുമോനും കഴിച്ചിട്ടുണ്ടാവില്ല ഞാൻ തോന്നുന്നു. അവരൊക്കെ ഇതാദ്യമായിട്ടാവും കഴിക്കില്ല കേട്ടോ. അച്ഛനൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം വയ്ക്കാറുണ്ട്. പയറിൻ്റെ ഇല എനിക്ക് വലിയ ഇഷ്ടമാണ്. പയറിൻ്റെ ഇല അപ്പോഴേ ഇവിടെ പരിപ്പൊക്കെ വെള്ളമൊക്കെ വറ്റി നല്ല ഉപ്പേരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല ഇങ്ങനെ ഇരിക്കണം കേട്ടോ പരിപ്പ്. വെറുന്നിരിക്കണം. അപ്പോൾ അതേ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇത്തിരി കടുക്, ഒരു 2 വറ്റൽമുളക്, 2 അല്ല കേട്ടോ 3-4 ഉണ്ട്, ആവശ്യത്തിനുള്ള വേപ്പില, കുറച്ച് ഒരു പച്ചമുളക്, നാടൻ പച്ചമുളക് കേട്ടോ അത്, കുറച്ച് ചെറുള്ളി, കുത്തുമുളകില്ലേ അതൊരു ലേശം, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടാ. മഞ്ഞൾപ്പൊടി കഴിഞ്ഞൂട്ട മുളകിട്ട് അച്ഛനും മുളകോടെ വെളിച്ചെണ്ണ പകർത്താട്ടാ. കൊണ്ടുവന്ന വെളിച്ചെണ്ണ നമ്മൾ ആട്ടിക്കൊണ്ടുവന്നതാണ്. അത് വെയിലത്ത് വെക്കുന്നത് അല്ലേ ചേട്ടാ? നമ്മൾ വെയിലത്തല്ലേ വയ്ക്കാറ്? തിളപ്പിച്ചാലും മതി, നമ്മൾ തിളപ്പിച്ചും വയ്ക്കും ചിലപ്പോൾ. കണ്ട കീടം കണ്ട കീടാതെ ഇനി വേറെ ഒഴിച്ച് വയ്ക്കും. എന്നിട്ട് അത് തെളിഞ്ഞ് വരുമ്പോൾ നമ്മളേ അത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഇനി അത് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വിളക്ക് കയറ്റി എടുക്കും. 2 കൂടി വേറൊരു കുപ്പിയിലും കൂടി അപ്പുറത്തിരിക്കുന്നുണ്ട. അപ്പോഴേ അത് ദേ കണ്ട ഒരുവിധമൊക്കെ വഴണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. നമുക്കിവിടെ തേങ്ങ ചേർക്കുന്ന കറികൾ ഭയങ്കര കുറച്ച് ഇഷ്ടക്കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ അത് കണ്ടമാനം ചേർക്കാത്തത്. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. പരിപ്പിട്ട് കൊടുക്കുമ്പോൾ പരിപ്പിൽ നമ്മൾ ഉപ്പിട്ടൊന്നും ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇങ്ങനെയായി വന്നുകൊണ്ടാ നല്ല തോരനായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ എന്തെങ്കിലും കാണിച്ച് വെച്ചിട്ട് അത് രസാവില്ലേ. നമ്മളിങ്ങനെ കുറച്ചിതൊക്കെ ചെയ്താലാണ് അതൊരു ടേസ്റ്റ് നല്ലതായിട്ട് വരുള്ളൂ. അത്ര വലിയ മാഹാത്മ്യമുള്ളൊരു ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല ഈ ഇലകൾക്കൊന്നും. നമ്മൾക്കത് കഴിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. തീ നന്നായി കുറച്ച് വയ്ക്കാം, കാരണം ഇതിൽ വെള്ളം വളരെ കുറവാണ്, കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിങ്ങനെയായി കണ്ട ഒന്ന് ആവി തട്ടിയപ്പോഴേക്കും കണ്ട അമ്പിപ്പോയി. അപ്പം നമുക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കി നോക്കാം. ഉപ്പ് ഒരുവിധം ഉണ്ട്, ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതേ ഇവിടെ തോരൻ ഇങ്ങനെ വന്നു കേട്ടോ. കണ്ട ഒട്ടും വെള്ളം എന്ന് പറയുന്ന അംശമില്ലാണ്ട് പോലും ഞാൻ ചെയ്തത് അത്. എന്നിട്ടും കണ്ട ഒരു ചെറിയ കുഴച്ചിലതിന് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീരെ വെള്ളമില്ലാണ്ട് പരിപ്പൊക്കെ വേവിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത്, വിചാരിച്ച പോലെയല്ല. അപ്പം എൻ്റെ മോളും ഇതേ എന്നിട്ട് പിന്നത് പരിപ്പും കുമ്പളത്തിൻ്റെ അലി തോരൻ. ആ അതന്നെ മുരിങ്ങയിലേക്കാട് ഇത്തിരി കൂടി സോഫ്റ്റ്. ഞാൻ പാപ്പ പറയും കുമ്പരല്ലാവുന്നത് അതൊന്നും അവർ കണ്ടിട്ടില്ലല്ലോ. കുട്ടികൾക്ക് അതൊക്കെ വെച്ച് കൊടുക്കുമ്പോഴാണ് അറിയുള്ളതൊക്കെ. വളപ്പിലല്ലേ? ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കോട്ടെ. ഇങ്ങനെ ചിലപ്പോൾ കമൻറ്റ് വരും ഇതുപോലെയൊക്കെ ഞങ്ങൾ കുറേ വെച്ചിട്ടുണ്ട് അമ്മയെന്നൊക്കെ പറയും. അപ്പോഴേ അടുത്തത് എന്തിട്ടാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴീനെ അങ്ങോട്ട് നിർത്തി അങ്ങോട്ട് പൊരിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഉണ്ണിമോള് പറയാ കുറേ നാളായില്ലേ ഈ കോഴീനെ നിർത്തി പൊരിച്ചിട്ട് മമ്മ ഒന്ന് കോഴീനെ പൊരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരത്തേക്ക് ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോഴീനെ പൊരിച്ചത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൊല്ലൂർക്കൊന്ന് പോകണം. കൊല്ലൂർ പണികൾ നല്ല രീതിയിൽ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഴീനെ പൊരിക്കുന്നതിൻ്റെ കാര്യം തന്നെ എൻ്റെ മക്കൾ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉള്ളോട്ടാ. എല്ലാ വീഡിയോയിലും അമ്മ പറയണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ഏതൊരമ്മമാർക്കായാലും അവരുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് അങ്ങനെ ചെയ്യാനൊന്നും ചിലപ്പോൾ സാഹചര്യങ്ങൾ ഒത്തുന്ന് വരില്ല.
അപ്പോൾ എപ്പോഴും അമ്മമാർ പെൺമക്കൾ വരുമ്പോൾ ഒരു പ്രത്യേക അമ്മമാർക്കായാലും അച്ഛന്മാർക്കൊക്കെ ആയാലും പെൺമക്കൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു ഉണ്ടാക്കി വെച്ചു. എൻ്റെ അമ്മ തൃശ്ശൂരത്തെ അമ്മ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കോഴിയുടെ കട്ടും കാര്യങ്ങളൊക്കെ വേറെ വറുത്ത് വെക്കും. ഞാൻ വരുമ്പോഴേക്കും ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് എനിക്ക് തരാനായിട്ട്. അപ്പോൾ അത്രയും ഇതുണ്ട് അമ്മമാരുള്ളപ്പോൾ മാത്രമാണ് അത് മക്കൾക്ക് പെൺമക്കൾക്ക് എന്നല്ല ആ മക്കൾക്കായാലും ആ ഒരു കെയറിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് അവിടെ നഷ്ടപ്പെടുകയാണ്, പിന്നെ ജീവിക്കില്ല, അല്ലെങ്കിൽ സങ്കടം വന്ന് കുറേ ഇങ്ങനെ ഇതിരിക്കുന്നല്ല പറയണത്. എങ്കിലും അമ്മമാരുടെ ആ ഒരു ഇത് ഒരു വലയല്ലേ, അതിൽ ജീവിക്കാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് എല്ലാവർക്കും. അത് വിട്ട് മാറി പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അവർ നഷ്ടപ്പെടുമ്പോഴേ. അങ്ങനെ പല രീതിയിലുണ്ട് കേട്ടോ. ഇതൊക്കെ അമ്മ പറയണ എന്തിനാന്നൊക്കെ ചിലപ്പോൾ കമൻറ്റ് ചോദിക്കും. ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ള കുറേ കമൻറ്റുകൾ നമ്മുടെ കയ്യിൽ വരാറുണ്ട്. കമൻറ്റ് എന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലത്തിൽ നല്ല രീതിയിലുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അമ്മ സാരി ഉടുക്കുന്നതാണ് നല്ല ഭംഗി, ചുരിദാർ ഇടുന്നതല്ല. അതൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് കേട്ടോ ഞാൻ ഉൾക്കൊള്ളുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈ ഓടി വന്ന് ഒരു ചുരിദാറിട്ട് അങ്ങോട്ട് ഓടി ബസ്സിലേക്ക് അവിടം വരെ ഓടിയ ബസ്സിൽ കയറി അത് സാരി ഉടുക്കുമ്പോൾ എനങ്ങാണ്ട് അങ്ങോട്ട് നടന്ന് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ അതിൽ ഒക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് നല്ല കമൻറ്റാണ്. ഇനി ഞാൻ അതിനെ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒട്ടും അമ്മോട് ഇഷ്ടമില്ലാണ്ടോ ഇതല്ല. അപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ, ആദ്യത്തെ വീഡിയോ ആണത്. കുറേ മാള് തന്നെ മുഖത്തൊക്കെ അതൊക്കെ ഒരേ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ്. ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഓരോ ചില വേഷങ്ങൾ കെട്ടേണ്ടി വരുന്നത്. അല്ലാതെ അവർ എല്ലാ ദിവസങ്ങളിലും അങ്ങനത്തെ ഒന്നല്ല. അവർ എല്ലാ ദിവസങ്ങളിലും സാധാരണ ഒരു സ്ത്രീ ഒരു പുരുഷനോ സ്ത്രീയോ ആയിട്ടാണ് അവർ ജീവിക്കുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ മോൾ എന്നോട് പറയണം, അമ്മ ഒരു മേക്കപ്പിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, അത് അമ്മയുടെ മുഖത്തൊന്ന് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ പറയുന്നൊരു സ്വഭാവം എനിക്കില്ല. എൻ്റെ മോൾക്കല്ലേ, എൻ്റെ മോൾക്ക് അതിന് എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് അവളത് പറയില്ല. അപ്പോൾ ഞാനതിന് നിന്ന് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ അവളുടെ സുജമോള്, ചേച്ചി അല്ലെങ്കിൽ കുഞ്ഞൻ ഒക്കെ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതിന് വേണ്ടി ആ ഇതിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അത് ഓരോ പ്രൊഡക്റ്റും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അത് കാണിക്കുന്നത്. അതൊക്കെ ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തന്നെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അയ്യോ ഇങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. നമ്മൾ സാധാരണ ഇതിലേക്ക് അമ്മയ്ക്ക് അത്യാവശ്യത്തിനുള്ള വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, മുഖത്തിനൊന്നും വലിയ കുഴപ്പമില്ലാത്ത ആളല്ലേ, അത്യാവശ്യം ഇതുണ്ടല്ലോ, പിന്നെ എന്തിനാ അതൊക്കെ അടിച്ച് കയറ്റിയിട്ട് അങ്ങനെ ചീനാമേനെ വൃത്തികേടാക്കണം എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നിങ്ങൾക്ക് എന്നും എന്നെ പോകുമ്പോൾ ബസ്സിലുകളൊക്കെ കാണാം. ഞാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടണം, ഏതെങ്കിലും ഒരു ഷോൾ ഇടണം, ഏതെങ്കിലും ഒരു ബോട്ടൺ ഇടണം അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് മാച്ചിലൊന്നും പോകുന്ന ഒരാളൊന്നും അല്ല ഞാൻ. പച്ച സാരിക്ക് നീല ബ്ലൗസ് ഇടും, അല്ലെങ്കിൽ പച്ച ചുരിദാർ ഇട്ട് അതിന് നീല പാൻറ് ഇടും, അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ ചെയ്യുക. അങ്ങനെയൊന്നും നോക്കുന്ന ആളല്ല. മിക്ക ആളുകളും അങ്ങനെ തന്നെയൊക്കെയാണ്. ഇപ്പോൾ പിന്നെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഫാഷനൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെയാണ്. അപ്പം എൻ്റെ മക്കളോട് ഞാൻ പറയും, ഞാൻ ആദ്യം തൊട്ടേ അങ്ങനെയാണ്, ഇപ്പം എൻ്റെ ഫാഷനിലേക്ക് എല്ലാവരും വന്നു തുടങ്ങിയെന്നാണ് പറയുക. അപ്പോൾ നമ്മൾക്ക് കോഴീനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നിട്ടാന്ന് ചോദിച്ചാൽ കുറച്ച് നാൾ അവരുള്ളൂ. അപ്പോൾ പോണേൻ്റെ ഇടയിൽ ഉണ്ണിമോള് അല്ലെങ്കിൽ എൻ്റെ മക്കൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് വിചാരിച്ച് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അവരുടെ കൂടെ അങ്ങനെ ഇരുന്ന് തിന്നുന്നത് ഒരു ഇത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവർ തിന്നുന്നത് കാണുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ മക്കളെ വിളിച്ച് നോക്കണം. ചിലപ്പോൾ അവർ വരും. മക്കളെന്ന് പറഞ്ഞത് ശ്രീയും ഭാഗ്യനും ശ്രീകുട്ടനും ഉണ്ടല്ലോ. അപ്പോൾ അവരും കൂടെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ആവുക. അപ്പം വിളിച്ച് നോക്കണം. ചിലപ്പോൾ നല്ല തിരക്കാണെങ്കിൽ വരാൻ പറ്റില്ല. എന്നാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ ഉല്ലൂരിൽ പോകേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്ത് വെച്ചൊന്ന് വറുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉല്ലൂരിലേക്ക് പോവുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നാളെ തൊട്ട് മോനെ പുട്ടിയിടൽ വരും അല്ലേ, അപ്പോക്സിക്ക് നല്ല ക്ലിയർ ആക്കി കൊടുക്കണം നമ്മൾ. അത് നമ്മുടെ പണിയാണ്. നമുക്ക് ആളെ നിർത്തിയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാട്ടോ. അപ്പോൾ ഞാനും മോളും പറഞ്ഞു നമ്മൾ ആളെ നിർത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ കുറവാണ്. എന്നിട്ടാ അണ്ണാരക്കണ്ണനും തന്നാലായതെന്ന് പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് പോണ ആൾക്കാരാണ് നമ്മൾ. അതൊരു പെര പണിയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും, അല്ലെങ്കിൽ പെര പണിതവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പം നമ്മൾ ആ ഗ്രേവിയിലെ അരച്ച് കൊണ്ടുവന്നു കേട്ടോ, ഗ്രേവി ആക്കി കൊണ്ടുവന്നു നമ്മൾ വറുത്തെടുത്ത ആ മസാലേനെ. ഇനി നമുക്ക് കോഴിയുടെ ഉള്ളിലേക്ക് വെക്കാനായിട്ടുള്ള കുറച്ച് മസാല ശരിയാക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഞാൻ അരിഞ്ഞ് വെച്ച കുറച്ച് സബോള ഇട്ട് കൊടുക്കാം.
ശരി, തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചിയിൽ മസാല തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായി അങ്ങോട്ട് മുറിക്കുക. നല്ലോണേ മിളകൊക്കെ പിടിക്കാനാട്ടാ ഞാൻ പീസുകൾ ഇങ്ങനെ കുഞ്ഞിതാക്കി എടുക്കുന്നത്. ഇനി നമ്മുടെ ഈ ഗ്രേവി ഇതങ്ങോട്ട് തേച്ച് കൊടുക്കുക. അവനെ നമ്മൾ മസാലയിൽ അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തു. ഇതിൻ്റെ മാങ്ങും കരളൊക്കെ ഇതിലെന്നെ നിറച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഗ്രേവി മൂളടക്കുന്നുണ്ട് കേട്ടോ. തക്കാളി വെന്ത വേവട്ടെ. ഉള്ളിൽ വയ്ക്കാനുള്ള ഗ്രേവി ഒരു വിധമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അരി മഞ്ഞൾപ്പൊടിയും ഒരു തുണ്ട് കുരുമുളകിൻ്റെയും നല്ല എരിവുണ്ടാവും നമ്മുടെ മസാലയ്ക്ക് തന്നെ. അതിലപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു മുളക് ചേർക്കുന്നില്ല. ഒരു ശകലം നമ്മുടെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. മതി, കളറിന് വേണ്ടിയിട്ട് നല്ല കളറോട് കൂടി ഇരിക്കട്ടെ. ഒരു തുണ്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുവിധമായി വന്നിട്ടുണ്ടേ. അപ്പം അതിലേക്ക് നമുക്ക് മുട്ട എത്ര മുട്ടൻ്റെ മോനെ 3 അല്ലേ? 3 മുട്ട ചെറുതാക്കി എടുത്ത് വെച്ചതാണ്. മുട്ട കുറവായ കാരണം നമ്മളെ ചെറുതാക്കി ഇങ്ങനെ ആക്കി. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം. അതെ, ഒരു നേരി ഞാൻ അച്ഛനോട് കണ്ട കമ്പിയില്ല എൻ്റെ കയ്യിലേ. അപ്പം ഞാൻ മുളയാണി കുത്തിത്തരാൻ പറഞ്ഞതാ. അവിടെ ഇരിക്കുമോ അതേ ഉണ്ടാ ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നമുക്ക് മറച്ചങ്ങോട്ട് കൊടുക്കാം. ഉള്ളിൽ അധികം ഒന്നും കൊള്ളില്ല കേട്ടാ, കുറച്ചേ കൊള്ളുള്ളൂ. അധികമായി ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചേ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ വെച്ചിട്ടേ നമ്മൾ ഈ ആണീനെ അങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ, വിടാണ്ടിരിക്കാൻ. അപ്പം നമ്മളതിനെ വറക്കാനായിട്ട് ഞാൻ ഉരുളിയൊന്നും വെച്ചിട്ടില്ല, അത്ര വലുതൊന്നല്ലല്ലോ. ചീനച്ചട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അതിനങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനെടുത്ത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് സ്ഥാപിച്ച് കൊടുക്കാം. ടൈറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് അടച്ച് വയ്ക്കുക. അധികം തീ കത്തിക്കണ്ട കേട്ടോ, കുറച്ച് തീ കുറച്ചിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയേ. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഉള്ളിൽ വെക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്, അതൊന്ന് ഗ്രേവിയാക്കി എടുക്കാം. നമുക്ക് വേറൊരു ഗ്രേവിയാക്കി എടുക്കാം. അവിടെ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട് ആ ചീനച്ചട്ടിയിൽ. അപ്പം ഞാൻ ഇപ്പുറത്ത് ചീനച്ചട്ടിയിൽ കുറച്ച് ഗ്രേവി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. നമുക്കിപ്പോൾ പൊറോട്ടയല്ല, നമ്മൾ ഒന്നും കൂട്ടി കഴിക്കില്ല, അത് വെറുതെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ഒന്നും വേണ്ട, അതിങ്ങനെ വെറുതെ കഴിക്കാം. പക്ഷെ നമ്മൾ ഇനി ഉള്ളൂർ പോയി വന്ന് അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും വാങ്ങിക്കുള്ളത് നമ്മൾ 5-10 വാങ്ങിച്ചാൽ മതി. നമുക്ക് ആ വാങ്ങിച്ചിട്ടാണ് വരുന്നതെന്ന് വിചാരിച്ചാൽ നമുക്ക് ഗ്രേവി വേണം എന്ന് വിചാരിച്ചാൽ ആ നേരത്തെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതും കൂടി ഉണ്ടാക്കി വെക്കാനാണ്. അത് വെച്ച് അതിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം അങ്ങനെ നല്ല ടേസ്റ്റിലായി വരും. അപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറുള്ളി തന്നെയാണ്, സബോള ഇട്ടിട്ടില്ല. ബാക്കിയുള്ള ഗ്രേവികളും അതിൻ്റെ ജാറിൽ കുറച്ചുള്ളതും ഒക്കെ കൂടി ഞാനിവിടെ കഴുകി കുറച്ച് വെള്ളം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് എരിവോ ഒന്നും ചേർക്കണില്ല നമ്മളതിൽ. ഒരല്പം മസാല കുറവ് വേണ്ട, അത് ഇത്തിരി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ നമ്മൾ എടുത്തു വെച്ച തക്കാളിയുടെയും പിന്നെ മുട്ടയും ഒക്കെ കൂട്ടിയിട്ടുള്ള ഗ്രേവിയില്ലേ, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ സാധനം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വീണു, അതും ഒക്കെ കൂടിയിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഞാൻ ജാറിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ളത് വെള്ളവും ഒക്കെ കൂടിയാണ്. അത് നല്ല കട്ടിയുള്ള ഗ്രേവി വേണമെങ്കിൽ കട്ടിയുള്ളതാക്കാം. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വേവാനുണ്ട് നന്നായിട്ട്. കണ്ട കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ കരൾ മാങ്ങന്നൊക്കെ പറയും, അതൊക്കെ ഉണ്ട് ഇതിൽ. നമ്മുടെ ചിക്കനൊന്ന് വെറുതെ തുറന്ന് നോക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിക്കോട്ടാ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എത്ര പാട് കഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. വലിയ സുഖമുള്ള ഒരു പണിയെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല പണിയെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് തന്നെ അതൊക്കെ പറ്റുള്ളൂ. പിന്നെ അതിനോടുള്ളൊരു താല്പര്യം. അപ്പോൾ അതൊന്നും ആയിട്ടില്ല കേട്ടാ.
മറിച്ചിടാറിനായിട്ടില്ല, മറിച്ചിടാറിനായിട്ടില്ല. അപ്പം നന്നായി ഒന്ന് തീ ഒന്ന് നമുക്ക് കൂട്ടി കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ വെള്ളം അതിൽ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ട് നമുക്കതിൽ കരിയുന്നുള്ള പേടി വേണ്ട. വേവാണ്ടിരിക്കാൻ പാടില്ല, വേവണം. വേവ് കൂടിയാലും കുഴപ്പമില്ല. വേവ് ഇത്തിരി കൂടിയെന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കില്ല. വേവ് കുറഞ്ഞ പലതും സംഭവിക്കില്ല. അത് കാരണമാണ് നല്ലോണം വേവണം വേവണം എന്ന് പറയുന്നത്. ചിലയിടത്ത് ഉള്ളിലൊക്കെ വേവാണ്ടിരിക്കും. നമുക്ക് അതൊന്നും പറ്റില്ല. നമുക്ക് നന്നായി തന്നെ വേവണം. അപ്പോൾ ആ എയർ ടൈറ്റിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി വേവും. അപ്പോഴേ നമ്മുടെ ചിക്കൻ സംഭവിക്കുന്നു. അപ്പോൾ ചിക്കൻ്റെ ഒരുവിധം മൊരിഞ്ഞ് വന്നു. കുറേ നമ്മൾ മൊരിക്കണുള്ളൂ. ഞങ്ങൾ ഡ്രൈ അങ്ങോട്ട് ആക്കണില്ല. ആക്കാട്ട വേണമെങ്കിൽ അത് കുഞ്ഞേ തീയിലിട്ട് കുറച്ച് നന്നായി മൊരിച്ച് ഇങ്ങനെ ഇതാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ അതങ്ങനെ ആക്കി വന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ ഗ്രേവീനായിരിക്കും ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി തേന ഇതിന് മൂളിക്കൂടെ ഞങ്ങൾ ഒഴിക്കുക. ചിക്കൻ അങ്ങനെ ഗ്രേവിയിൽ കിടന്ന് തിളയ്ക്കണം കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞാലും നമ്മൾക്ക് ചോറുണ്ണാനായിട്ടൊരു കറി എന്ന് പറയാൻ ശരിയായിട്ടില്ലേ. അപ്പം ഞാൻ കുറച്ച് രസത്തിനുള്ളതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കണ്ട. അപ്പം അതൊന്ന് നമുക്ക് താളിച്ചെടുക്കാം. അപ്പം ഞാൻ രസം ആക്കണതൊന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് രസം ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നതല്ലേ. ഞാൻ വളരെ സിമ്പിളായിട്ട് രസം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ കടുക് ഇട്ടുണ്ട്. മുളക് 2 എണ്ണം അങ്ങോട്ട് പൊട്ടിച്ചിടാം. ഇത് വേപ്പല ഇടാം. എന്നിട്ട് ഉലുവ, കായം, പുളി, തക്കാളി, പരിപ്പിൻ്റെ വെള്ളം വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഇതിലൊഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ചിക്കനും റെഡിയാക്കി ഓഫാക്കാൻ പോവാട്ടോ. പൊറോട്ട കൊണ്ടുവരെ തിന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എങ്ങളുടെ കുടുംബനെ ഉള്ളിലേക്ക് പോവാട്ടാ. കുറച്ച് നേരം ഒന്ന് കെടുന്നു. വീണ്ടും എണീറ്റു. വീണ്ടും ഇവിടെ പണിയിരിക്കാൻ തന്നെ പോവാം. അപ്പോൾ സുജിമോൾ അതേ അച്ഛൻ കൊണ്ടുവന്നാക്കിയിട്ട് വരുന്നു. കപ്പേള അവിടെ കപ്പേളേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ ഉള്ളൂരിക്ക് എത്തും. അപ്പോൾ ഇത് തന്നെ അടിച്ചു വാരാണ്ട് ശരിയാവില്ല എന്ന് സുജിമോൻ പറയുന്നത്. അടിച്ചു വാരി ക്ലീനാക്കി ഇടണമെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഡ്രസ്സൊന്നും മാറുന്നില്ല. കാരണം അവിടെ ചെന്ന് നല്ല പൊടിയിലാവും. ആകെ കെട്ടിപ്പൂട്ടിയിട്ടൊക്കെ വേണം ചെയ്യാൻ. ഏറ്റവും പ്രകൃതി പിടിച്ച പണിയാണ് ഈ അടിച്ച് വാരി ക്ലീനാക്കൽ. പൊടിയുള്ളവർക്കാവുമ്പോഴേ, പൊടി പറ്റാത്തവർക്കാവുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എന്നാലും ചെയ്യാം. പിന്നെ അപ്പം അങ്ങനെ നമ്മൾ ഒല്ലൂർക്ക് എത്തിയിട്ടാ. ഇതാണ് ഇവിടെ ചെയ്തത്. ക്ലേയുടെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ ബഡ്ജറ്റിൻ്റെ ഒരു ഇത് മൂലം സുജിമോൻ ഇതാണ് ഇവിടെ ചെയ്തത്. ഇതിന്മേ എന്തൊക്കെയോ ക്ലിയറോ എന്തൊക്കെയോ അടിച്ചിട്ടും കൂടി ഭംഗിയാക്കി എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഏതാണ്ടൊക്കെ ഒരു പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ അകത്തത് തുടങ്ങിയിട്ടാ. കോണിമ കേട്ടാ. ഇവിടെ ഈ സൈഡിൽ എന്ന് പറയുന്നത് സൈഡിൽ എന്ന് പറയുന്നത് ഈ അകത്തിട്ടാ ഈ ടൈലാണ്. ഇവിടെ ഗ്രാനൈറ്റ് ടോക്കുന്നുണ്ടാ. ലെമ്പോത്രേ അങ്ങനത്തെ എന്തിട്ടുണ്ട് ഈ ഗ്രാനൈറ്റിൻ്റെ പേര്? ലെമ്പോത്ര അങ്ങോട്ടാ തോന്നുന്നത്. ഈ വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ. അപ്പം അത് ഉരുട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡൊന്നും വെക്കണം, ആ സൈഡൊന്നും വെക്കണം. അതാണ് ഏറ്റവും ഇവിടുത്തെ പണി. കാര്യമുള്ള പണിയൊന്നുമില്ല. പിന്നെ അങ്ങനെ മുകളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞത് എൻ്റെ മോള് വരുന്നു. മുകളിലേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നിട്ട് മുകളിൽ ചെയ്തൊക്കെ ഇവിടെ ഇവിടെ ഈ ടൈല് നടുവിൽ അതിട്ട് കിട്ടും. കടലാസ് ഇട്ടൊക്കെ കേട്ടോ. 4 വർഷം ഗ്രാനൈറ്റ് ഇട്ടിട്ട് നടുവിൽ ഒരു പിന്നെ ഇതിവിടെ ഒരു അടയ്ക്കാനുള്ളൊരു പോഷൻ കൂടെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇവിടെ എന്തേ അത് ശരിയാണ്. അതെന്താ അങ്ങനെ ചെയ്ത ഈ വസ്തു അങ്ങനെ ഇട്ടിട്ടില്ല. എന്താ
അത് വേണമെങ്കിൽ മുകളിലേക്ക് മുറിച്ചിട്ട് ബാക്കിയുള്ളതാവും ചെയ്തിട്ടുണ്ടാവും ഉണ്ണി. പിന്നെ ഇവിടെയും അതേ ടൈൽ തന്നെയാണ് കേട്ടോ. ഈ പുറത്തെ സിറ്റ് ഔട്ടില്ലേ, മുകളിലത്തെ ഒരു ചെറിയ സിറ്റ് ഔട്ടുണ്ട്. പിന്നെ അവിടെ ഗ്രാനൈറ്റ് ആ സൈഡിൽ എന്തെങ്കിലും ചെയ്യണം നമുക്ക്. അല്ലെങ്കിൽ അപ്പുറത്ത് ഭയങ്കര കുണ്ടായിട്ടുള്ള സ്ഥലമല്ല നമ്മുടെ, അവിടെ ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണം. എന്തിട്ടാണ് അവ ചെയ്യുന്നത്? പിന്നെ അതായത് തൂണും വേണ്ട, തൂണുമൊരു കല്ല് പോലത്തെ കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഒരു തൂണാക്കി മാറ്റിയിട്ടത് അതിന് മുകളിൽ എന്തോ ചെയ്യാണ്ടത് ബിജുവേണ്ട അവർക്ക് അതാണ്. പിന്നെ ഇവിടെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഈ കാണുന്ന ഇവിടെയാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. അത് നമ്മളൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. സ്റ്റീൽ വേണോ, അത് ഇരുമ്പ് GI പൈപ്പ് വേണോ, ഒന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. അതെന്തെങ്കിലും ചെയ്യും, വെച്ചടയ്ക്കും, ചില്ല എന്തെങ്കിലും ഇട്ടിട്ട്. ഷോക്കേസുകളൊന്നും നമ്മൾ ഇങ്ങനെ തുറന്നിടണുള്ളൂ കേട്ടോ, മൂടുന്നില്ല. ഇത് ബാക്ക് ഓപ്പൺ ടെറസിൽ വേണ്ട സ്ഥലമുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാനാ ഇതൊക്കെ സ്ഥലമുണ്ട്. ആദ്യം ഇതുകൊണ്ടടിക്കാം, എന്നിട്ട് മോനത് കൊണ്ടടിച്ചാൽ മതി. അമ്മ ഇതുകൊണ്ടടിച്ച് വരാം, മോനത് കൊണ്ടടിക്കാം. റൂം അടിക്കില്ല കേട്ടാ, ഈ റൂം അടിക്കില്ല. നമ്മുടെ അച്ഛവിടെ ഭയങ്കര പണിയില്ല കേട്ടോ. കടലാസ് കത്തിക്കൽ, കടലാസുകൾ കുറേ ഉണ്ടേ. കടലാസ് കൊണ്ടുള്ള സിമെൻറ്റാണ് അധികം വന്നത്. അപ്പോൾ അതേ എന്താ പറയുക, തെങ്ങിൻ്റെ കട കളിക്കാട്ടാ. വേണ്ട, ആ കട കളിച്ചിട്ട് അപ്പുറത്തെ തെങ്ങിൻ്റെ കടയ്ക്ക് കൂമ്പാരായിട്ട് എടുക്കണണ്ട. അത് കുറേ ഇതിലേക്ക് എടുത്തിടാനാ വേസ്റ്റുകളെ. എൻ്റെ മോനും നല്ല പണിയില്ല കേട്ടാ, ടൈലൊക്കെ കൊണ്ട് കളയാ. കണ്ട ഇവിടെ നിറയെ ടൈലുകൾ ഇരിക്കണ്ടേ, മുറിച്ചതിൻ്റെ ബാക്കിയൊക്കെ. അപ്പം അതുകൊണ്ട് അപ്പുറത്തേക്ക് ഇടാം. കട്ടകൾ ഇന്നലെ ടൈല് വെച്ചിട്ടപ്പോഴേ ഉറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചത് അവർ. അപ്പോൾ മതി, അതിൻ്റെ ഉറച്ചുണ്ടാവും. ഇപ്പോൾ തെങ്ങിൻ്റെ കടയൊക്കെ ദേ കളച്ച് അപ്പുറത്തെ തെങ്ങിൻ്റെ കടയിലത്തെ ഇപ്പുറത്തെ തെങ്ങിൻ്റെ കടയിലേക്ക് വാരിയിട്ടു. ഇനി ഇപ്പുറത്ത് മൂടാനാന്നുകൊണ്ട് ആൾക്ക്. പിന്നെ കുറേ വേരുകൾ, മരങ്ങൾ. അപ്പം അതിൻ്റെ വേരടക്കം പറക്കിയാൾ, അല്ലെങ്കിൽ വീണ്ടും പാഴ്ചെടികളാണതേ. എന്തൊരു ചെടികളാണ് ചേട്ടാ ഈ ആടൊക്കെ പ്രസവിക്കുമ്പോൾ കൊടുക്കണത് അല്ലേ? തൊണ്ടിയാണെന്നത്. അത് അച്ഛൻ കട അടക്കം കളയുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതായിട്ട് അച്ഛൻ്റെ മോൾ തന്നെ ബുദ്ധിമുട്ടും. നീക്കിട്ടാവാ, ബാക്കും കൂടി നീക്കരുത് കേട്ടാ, അച്ഛനത് കളക്കിണ്ടിട്ടാ. അപ്പോഴേ നേരം കുറേ ആയി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി വീട്ടിൽ പോവാട്ടാ. ഇവിടുത്തെ പണി അവസാനിച്ചു. അപ്പം ഇനി വീട്ടിൽ പോവാം. അപ്പോഴേ നൂൽ പൊറോട്ട നല്ല വെപ്പുണ്ട് കേട്ടോ. കുളിച്ചിട്ടാവാന്ന് വിചാരിച്ച. അപ്പോൾ ഉണ്ണിമോൾക്കൊന്നും കുളിക്കാൻ നേരം, ഞാൻ കുളിച്ചിട്ട് വരാൻ നേരമില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ ഒന്ന് ആക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ചിക്കനെ നമ്മൾ വീണ്ടും വന്നിട്ട് ഒന്നും കൂടെ ചൂടാക്കാം കേട്ടോ. അതിലേക്ക് അങ്ങനെ അങ്ങോട്ട് വെക്കുക നൂൽ പൊറോട്ട. നമ്മുടെ ചിക്കനെ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ അതിലങ്ങോട്ട് വേവിക്കും. അപ്പം ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ. ഞാൻ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം.